പല ഗൂഢപാരമ്പര്യങ്ങളിലും പുരാതന രഹസ്യപഠനങ്ങളിലും പരാമർശിക്കപ്പെടുന്ന ഒരു ആശയമാണ് റെപ്റ്റിലിയന്മാർ. ഇവരെ സാധാരണ ഉരഗസാദൃശ്യമുള്ള ജീവികളായി മാത്രം കാണുന്നില്ല, പകരം അധികാരം, നിയന്ത്രണം, ഭയം, ശ്രേണിബദ്ധത, ആധിപത്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു പുരാതന ബോധശക്തിയായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ചില കാഴ്ചപ്പാടുകൾ പ്രകാരം ഇവർ ഭൂമിയിൽ മനുഷ്യരാശിക്ക് മുമ്പേ നിലനിന്നിരുന്ന ഒരു സാന്നിധ്യമാണ്. ചിലർ ഇവർ നക്ഷത്രലോകങ്ങളിൽ നിന്ന് വന്നവരാണെന്ന് വിശ്വസിക്കുമ്പോൾ, മറ്റു ചിലർ ഭൂമിയുടെ ആഴങ്ങളിലോ മനുഷ്യന്റെ സാധാരണ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള തലങ്ങളിലോ നിലനിൽക്കുന്ന ശക്തികളാണെന്ന് കരുതുന്നു. ഈ ആശയപ്രകാരം റെപ്റ്റിലിയന്മാർ തുറന്ന് ഭരിക്കുന്നില്ല. അവർ സമൂഹത്തിന്റെ ഘടനകളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും വിശ്വാസംവിധാനങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നു. മനുഷ്യരെ ഭയം, വിഭജനം, ആശയക്കുഴപ്പം, അനിശ്ചിതത്വം എന്നിവയിൽ കുടുക്കി നിർത്തുന്ന സംവിധാനങ്ങളിലാണ് അവരുടെ സ്വാധീനം ഏറ്റവും ശക്തമായി പ്രകടമാകുന്നത്. റെപ്റ്റിലിയൻ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങളിലൊന്നാണ് മനുഷ്യവികാരങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന സൂക്ഷ്മ ഊർജം. ഭയം, കോപം, വെറുപ്പ്, അസൂയ, നിരാശ, ദുഃഖം, സംഘർഷം തുടങ്ങിയ വികാരങ്ങൾ പ്രത്യേകതരം ഊർജരംഗങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ഈ കാഴ്ചപ്പാട് പറയുന്നത്. ഈ ഊർജം നേരിട്ട് ശേഖരിക്കപ്പെടുന്നില്ല, പകരം മനുഷ്യരെ സ്ഥിരമായ സമ്മർദ്ദത്തിലും വിഭജനത്തിലും അനിശ്ചിതത്വത്തിലും സംഘർഷത്തിലുമാക്കി നിർത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. യുദ്ധങ്ങൾ, സാമൂഹിക കലഹങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവരപ്രവാഹങ്ങൾ എന്നിവ വൻതോതിൽ ഇത്തരം ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഈ രീതിയിൽ മനുഷ്യൻ തന്നെ ഉൽപ്പാദകനും വിഭവവുമായി മാറുന്നു. എന്നാൽ ഈ കാഴ്ചപ്പാടിൽ റെപ്റ്റിലിയന്മാർ അന്തിമ ഭരണാധികാരികൾ അല്ല, അവർ ഒരു വലിയ സംവിധാനത്തിന്റെ കാവൽക്കാരോ നടത്തിപ്പുകാരോ മാത്രമാണെന്ന് പറയപ്പെടുന്നു. അവർക്കും മുകളിൽ കൂടുതൽ പുരാതനവും വിശാലവുമായ ബോധശക്തികൾ നിലനിൽക്കുന്നതായി ചില പാരമ്പര്യങ്ങൾ വിവരിക്കുന്നു. ഇവരെ ചിലർ ആർക്കിടെക്റ്റുകൾ എന്ന് വിളിക്കുന്നു. ശാരീരിക രൂപങ്ങളെക്കാൾ വിശാലമായ ബോധമണ്ഡലങ്ങളായാണ് അവരെ ചിത്രീകരിക്കുന്നത്. റെപ്റ്റിലിയന്മാർ യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ ഉയർന്ന ശക്തികൾ അതിന്റെ രൂപരേഖ സൃഷ്ടിക്കുന്നുവെന്നാണ് വിശ്വാസം. വിശ്വാസ സംവിധാനങ്ങൾ, സാമൂഹിക ഘടനകൾ, കൂട്ടായ ഭയങ്ങൾ, ചരിത്രത്തിന്റെ ദീർഘകാല പ്രവാഹങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നതിലൂടെ അവർ പ്രവർത്തിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ നിയന്ത്രണം മാത്രമല്ല, മനുഷ്യർ തങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നും ആന്തരിക ശക്തിയിൽ നിന്നും വേർപെട്ട് തുടരുന്ന ഒരു യാഥാർത്ഥ്യം നിലനിർത്തുക എന്നതാണ്. ഈ കാഴ്ചപ്പാടിൽ ഭൂമി ഒരു ഗ്രഹം മാത്രമല്ല, വ്യത്യസ്ത ശക്തികൾ സ്വാധീനത്തിനായി മത്സരിക്കുന്ന ഒരു ബോധമണ്ഡലമാണ്. ചിന്തയിലൂടെയും വികാരങ്ങളിലൂടെയും അവബോധത്തിലൂടെയും ഊർജം സൃഷ്ടിക്കാനും മാറ്റാനും ദിശാനിർണയം ചെയ്യാനും കഴിയുന്നതിനാൽ മനുഷ്യർ ഈ മണ്ഡലത്തിൽ അതുല്യമായ സ്ഥാനമാണ് വഹിക്കുന്നത്. കാലങ്ങളായി മനുഷ്യരാശി ഈ മറഞ്ഞിരിക്കുന്ന ഘടനയെ നിലനിർത്തുന്ന വികാരപ്രവാഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. ഭയം ഒരു നാണയമായി മാറി. സംഘർഷം ഒരു വിളവെടുപ്പായി മാറി. വിഭജനം നിയന്ത്രണത്തിന്റെ പ്രധാന ഉപാധിയായി മാറി. എന്നാൽ എന്തോ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ തങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മനുഷ്യരാശി കടക്കുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു. അവബോധം വികസിക്കുമ്പോൾ പഴയ ഘടനകളെ നിലനിർത്തിയിരുന്ന ഊർജ്ജമേഖലയും മാറിത്തുടങ്ങുന്നു. ഈ കാഴ്ചപ്പാടനുസരിച്ച് ലോകത്ത് ഇന്ന് കാണുന്ന വർദ്ധിച്ചുവരുന്ന കലാപങ്ങളും ആശയക്കുഴപ്പങ്ങളും അവരുടെ ശക്തിയുടെ അടയാളമല്ല, മറിച്ച് അവരുടെ നിയന്ത്രണം വെല്ലുവിളിക്കപ്പെടുന്നുവെന്നതിന്റെ അടയാളമാണ്. ഭയത്തെ ആശ്രയിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ തങ്ങളുടെ സ്വാധീനം കുറയുമ്പോൾ കൂടുതൽ ശക്തമായി പ്രതികരിക്കുന്നു. ഈ യുഗത്തിലെ ഏറ്റവും വലിയ പോരാട്ടം രാഷ്ട്രങ്ങൾ തമ്മിലോ മതങ്ങൾ തമ്മിലോ ആശയധാരകൾ തമ്മിലോ ആയിരിക്കണമെന്നില്ല. അത് ബോധവും നിയന്ത്രണവും തമ്മിലുള്ള പോരാട്ടമായിരിക്കാം. ഈ പോരാട്ടത്തിൽ അവബോധം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധശക്തി. ഓരോ ആത്മജ്ഞാന നിമിഷവും വഞ്ചനയെ ദുർബലമാക്കുന്നു. ഓരോ ഐക്യപ്രവർത്തനവും വിഭജനത്തെ ഇല്ലാതാക്കുന്നു. ഓരോ ആന്തരിക ഉണർവും ബാഹ്യ നിയന്ത്രണങ്ങളിലുള്ള ആശ്രയത്വം കുറയ്ക്കുന്നു. ഈ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഈ ഘടനയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി കലാപമോ അക്രമമോ വിപ്ലവമോ അല്ല, താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് പൂർണ്ണമായി ഓർമ്മിച്ചെടുക്കുന്ന ഒരു മനുഷ്യനാണ്.